ഹലോ ഗെയ്സ്, ഒരു ഉത്സവത്തിന് പോവുക കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ട്. ഞാനും ഏട്ടനും വീരൂട്ടനും ദേവൂട്ടനും എല്ലാവരും കൂടിയാണ് കേട്ടോ പോകുന്നത്. ഇവരാണെങ്കിൽ ഒരുപാട് നേരം അടി ഉണ്ടാക്കി ഇരിക്കുന്നു. അപ്പോൾ ഇതാ കണ്ടോ, ഇവരൊക്കെ റെഡി ആയിട്ട് ഇവിടെ മാറ്റി നിൽക്കുകയാണ്. ദേവൂട്ടനും കണ്ടില്ലേ, അപ്പം തന്നെ വീരൂട്ടനും വന്നു. അവൻ ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഏട്ടൻ ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ പുറത്ത്. അവൻ ഏട്ടൻ്റെ അടുത്ത് പോയിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തു. പെട്ടെന്ന് തന്നെ പോട്ടേന്ന് വിചാരിച്ചു. അപ്പോൾ ഏട്ടൻ്റെ മോളുണ്ട് തൊട്ടപ്പുറത്ത്. മോളാട്ടോ. അപ്പൊ അവളെയും ഞങ്ങൾക്ക് കൂടെ ഇവിടെ തന്നെയാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ പിന്നെ എല്ലാവരും കൂടിയാണ് പോകുന്നത്. അങ്ങനെ അവിടെ എത്തിയപ്പം ഗേസ് നല്ല തിരക്കായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു. ഉച്ചയ്ക്ക് അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ പോയിട്ടില്ലായിരുന്നു. അങ്ങനെ അവിടെ എത്തിയപ്പോൾ മോൻ്റെ ക്ലാസ്സിൽ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു. അവൻ്റെ ക്ലാസ്മേറ്റ്സ് ആണ് ആരവ്, ആരുഷ്, എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ആൾക്കാരെയൊക്കെ നമ്മൾ അവിടെ നിന്ന് തന്നെ കണ്ടു കേട്ടോ. അവളോട് ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞിട്ട് അവൾ നോക്കിയതേ ഇല്ല. ക്യാമറയിലേക്ക് നോക്കാൻ പറഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര മടി. അങ്ങനെ പിന്നെ ഇവർക്ക് അവിടെ എത്തിയപ്പോൾ തന്നെ ഓരോന്ന് കണ്ടപ്പോൾ ഭയങ്കര വാശിയായി. അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാശിയാണ്. അങ്ങനെ പിന്നെ ഫാൻസിലേക്ക് പോയി. കൃതിമോൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് പോയതായിരുന്നു കേട്ടോ. അങ്ങനെ ഫാൻസിയിലെത്തിയപ്പോൾ നല്ല നല്ല ക്ലിപ്പുകൾ, ചുറ്റുവള, ക്യൂടെക്സ്, അങ്ങനെ ഭംഗിയുള്ള കുറേ നല്ല നല്ല ഓരോന്ന് കണ്ടേ. പിന്നെ നമ്മുടെ സ്ഥിരം എവിടെ പോയാലും നമ്മുടെ ഫേവറേറ്റായ കമ്മലും. ഞാൻ കമ്മൽ എടുക്കണ്ടെന്നൊക്കെ വിചാരിച്ചായിരുന്നു, പക്ഷെ ഞാൻ കമ്മലെടുത്തു. അവിടെ നിന്നല്ല കേട്ടോ, അത് വേറൊരു സ്ഥലത്തു നിന്നായിരുന്നു എടുത്തത്. അപ്പോൾ ദേവുട്ടിന് ഇത് മതി എന്ന് പറഞ്ഞപ്പോൾ അത് തന്നെ എടുത്തു. പിന്നെ നല്ല നല്ല ഒരുപാട് ടോയ്സ്, കുഞ്ഞി ടോയ്സൊക്കെ നല്ല ഭംഗിയുള്ള ഉണ്ടായിരുന്നു കേട്ടോ. വീരുവിന് എന്തെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് അവൻ നിൽക്കുന്നത്. പിന്നെ അവിടുന്ന് തറ കണ്ടു കേട്ടോ. ഈ തറ അവർ തുടങ്ങാൻ പോകുന്നുള്ളൂ. അപ്പോൾ അവരുടെ തന്നെ ഒരു കാരണവരെ വീട്ടിൽ പോയിട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് തറ കണ്ടത് ഞങ്ങൾ. അപ്പോൾ അത് കുറച്ച് നേരമൊക്കെ നോക്കി നിന്ന് തറ മുഴുവൻ കാണണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പകൽ വരെ ഏകദേശം ഇന്ന് രാവിലെ വരെയൊക്കെ തറ ഉണ്ടാവും. പക്ഷേ ഇവർ അവിടെ നിന്നിട്ട് ഞങ്ങൾ സമ്മതിക്കുന്നില്ല. അവർ കടേൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഓരോന്ന് വേണമെന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ടുപോകും. എന്താ വാങ്ങിക്കൊടുക്കും, പിന്നെയും അടിയാവും. അപ്പം ഞങ്ങൾ ഈ തറ മുഴുവൻ കാണാനൊന്നും നിന്നിട്ടില്ലായിരുന്നു. അവിടെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോരാണ് വിചാരിച്ചത്. അങ്ങനെ ഈ തറ അവിടെ പോയിട്ട് അനുഗ്രഹമൊക്കെ വാങ്ങി വീണ്ടും ഒരു കാവിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തന്നെ തിരിച്ചതൊക്കെ തൊട്ടടുത്താട്ടോ. അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കാവുള്ളത്. അപ്പോൾ അവർ കുറച്ച് നേരം അവിടുന്ന് കളിച്ചു. കണ്ടത് മുത്തപ്പൻ തറയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് പോകുന്നുട്ടോ. അപ്പോൾ പോരുന്ന വഴിക്ക് എനിക്ക് ഐസ്ക്രീം, ചക്ക ഐസ്ക്രീം എൻ്റെ ഫേവറേറ്റ് ആട്ടോ. മക്കൾസിന് പനിയുള്ളത് കൊണ്ട് അവർക്കൊന്നും വാങ്ങിക്കാതെ ഞാൻ മാത്രം പോയി കഴിച്ചത്. ഏട്ടനും തൊണ്ടവേദനയായിരുന്നു. അവിടെ ജിലേബി കണ്ടു. പിന്നെ ജിലേബിയൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇവർക്ക് ദേവൂട്ടിന് മൊബൈൽ ഫോൺ കണ്ടോ, ഇത് വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ ഫോൺ വാങ്ങിക്കൊടുത്തു. പിന്നെ അത് കൃതിക്കുട്ടിക്ക് അതുപോലെ വള, പിന്നെ ബലൂൺ, അത് പിന്നെ വേറെന്തോ ഒരു കളിപ്പാട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ വീരുവിന് കാർഡ്സ് മതി, അല്ലെങ്കിൽ കാർഡ്സും വാങ്ങിക്കൊടുത്തു. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇവരൊക്കെ കൊണ്ട് പോന്നു കേട്ടോ. എന്തായാലും യാത്ര എന്തായാലും അടിപൊളിയായി. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്.